ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാൻസ്ഫർ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റൊക്കെ ഇപ്പോൾ ബംഗാൾ കമൻറ്റേറ്ററായ സോഹൻ പൗഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വരട്ടെ അത്ര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സൊന്നുമല്ല സോഹൻ പൗഡർ. പല ടൈമിലും ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പല റിപ്പോർട്ട് ചെയ്തതൊക്കെ അതൊക്കെ പച്ച കള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സോഴ്സൊന്നുമല്ല സോഹൻ പൗഡർ. എന്തായാലും റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ യുവാൻ ഫെറാണ്ടോ, മോഹൻ ബഗാൻ്റെ മുൻ പരിശീലനമായിട്ടുണ്ടായിരുന്ന FCOയുടെ പരിശീലനമായിട്ടുണ്ടായിരുന്ന ISL ട്രോഫിയൊക്കെ നേടിയിട്ടുള്ള യുവാൻ ഫെറാണ്ടോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മീൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ആണ് എന്നാണ്. ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പരിശീലകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ചോയ്സ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ആണ് മോഹൻ ബഗാൻ മുൻ പരിശീലനായ യുവാൻ ഫെറാണ്ടോ എന്നാണ് ഇപ്പോൾ സോഹൻ പൗഡർ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവാൻ ബുക്കോമാനുസിനായിട്ട് പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ അതിൽ തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. മോഹൻ ബഗാൻ്റെ താരമായ ഓസ്ട്രേലിയൻ താരമായ ബ്രണ്ടൻ ഹാമിലിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ആഗ്രഹമുണ്ട്. മീൻസ് ഒരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് നടക്കുകയാണെങ്കിൽ നല്ല കാര്യം തോന്നുന്നു. ബ്രണ്ടൻ ഹാമിൽ ഈസ് ഒരു ബെസ്റ്റ് ഡിഫൻഡർ തന്നെയാണ് ISLലെ നിലവിലെ ഒരു ഏഷ്യൻ പ്ലെയറാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. 31 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അപ്പോൾ എന്തായാലും ഈ ന്യൂസിനെ കുറിച്ച് തന്നെ സോഹൻ പൗഡർ റിപ്പോർട്ട് ചെയ്ത ഈ ന്യൂസിനെ കുറിച്ച് തന്നെ IFD ന്യൂസ് മീഡിയ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുവാൻ ഫെറാണ്ടോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ആ ഒരു ന്യൂസ് സത്യമല്ല എന്നാണ് IFD ന്യൂസ് മീഡിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആര് പറയണത് വിശ്വസിക്കണം എന്നറിയില്ല. റൂമേഴ്സാണ്, കാര്യങ്ങൾ ആരും അത്ര കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ എങ്ങനെ ആരും പുതിയ പരിശീലനം എത്തുമെന്നാണ് നമ്മുടെ നിഖിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കുക, അതുതന്നെയാണ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ ബ്രണ്ടൻ ഹാമിലിനെ കുറിച്ച് IFD ന്യൂസ് മീഡിയ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് ടോക്സും കാര്യങ്ങളൊക്കെ പ്ലെയറുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഡിസിഷനും കാര്യങ്ങളൊക്കെ ന്യൂ കോച്ചിൻ വന്നതിന് ശേഷമാവും. അപ്പോൾ പുതിയ കോച്ചിൻ്റെ സൈൻ ചെയ്യുന്ന ശേഷം ആ കോച്ചിനനുസരിച്ചായിരിക്കും ഇനി പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ സോഹൻ പൗഡർ പറഞ്ഞ മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തിട്ടുണ്ടായിരുന്നു. അഡ്രിയാൻ ലൂന അതുപോലെ തന്നെ ക്വാമെ പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് റീറ്റെയിൻ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സിന് ആദ്യം അയച്ചിട്ടുണ്ടായിരുന്ന ഓഫറിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് വീണ്ടും ഒരു റിട്ടേൺ ഓഫർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോഴും തീരുമാനമായിട്ടില്ല. ഡിമിയുടെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഓഫറുണ്ട്. പിന്നെ അതുപോലെ പ്രീതം കോട്ടാൽ ആൻഡ് പ്രബീർ ദാസ് ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ബാക്കിയുണ്ടെന്നും അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തുടരുകയോ പോവോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്. യുവാൻ ഫെറാണ്ടോ ടു കേരള ബ്ലാസ്റ്റേഴ്സ്, യുവാൻ ഫെറാണ്ടോയെ പോലുള്ള പരിശീലനം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. മോഹൻ ബഗാന് വേണ്ടി കിരീടമൊക്കെ നേടിക്കൊടുത്തുള്ള പരിശീലനമാണ്. അത്ര ബെസ്റ്റ് പരിശീലനമാണോ ചോദിച്ചാൽ അറിയില്ല. അത്ര നല്ലൊന്നും ആവില്ല എൻ്റെ അഭിപ്രായത്തിൽ. പുറത്തുനിന്ന് വേറെ നല്ലൊരു കോച്ചിന് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാൻ ദൂരിക്കും. ബൈ.